ഇലക്ഷന് ഞാൻ എന്റെ സ്വന്തം കാര്യത്തിന് ഞാൻ ഇലക്ഷന് കോമണിയാണ് നിൽക്കാൻ കുഴപ്പമില്ല. മന്ത്രി എന്ന് പറയുന്നത് നമുക്ക് ഗുണമില്ലല്ലോ, നമ്മ പണിയെടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നല്ല ബസിന്റെ കാര്യങ്ങളെല്ലാം നടത്തിയത് മന്ത്രിമാർക്ക് ആരായാലും അവർക്ക് എല്ലാവർക്കും ജീവിക്കാം. നമുക്ക് ഗുണം ഇതേപോലെ ലോട്ടറി ഇട്ട് അവർക്കും ജീവിക്കാം. ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി ആയപ്പോൾ കൂടുതൽ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായി KB ഗണേഷ് കുമാർ ചുമതലയേറ്റിരിക്കുന്നു. KSRTCയിലാണെങ്കിലും അതുപോലെ തന്നെ ലൈസൻസിംഗ് നിയമങ്ങളിലാണെങ്കിലും അഴിച്ചുപണിക്കുള്ള മുന്നൊരുക്കങ്ങളിലാണ് അദ്ദേഹം. എന്തായാലും നിയമങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത്? പ്രതീക്ഷിച്ച് നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ പല പ്രാവശ്യമായിട്ട് ഗാന്ധസ്കോറിലെ കുഴിക്ക് വേണ്ടിയിട്ട് കുഴിയിൽ വീണിട്ട് എന്റെ വണ്ടി വേറെ ഉൾപ്പെടെയായിട്ട് നശിഞ്ഞു പോയിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല. പിന്നെ ഗണേഷ് മന്ത്രി എന്ന് പറയുന്നത് നമുക്ക് ഗുണമില്ലല്ലോ, നമ്മ പണിയെടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എന്തിനും ഇതേ കയ്യും കാലും പൊട്ടിരിക്കുക കുഴിയിൽ വേണ്ടി. ഇതേ നമ്മുടെ ഗാന്ധസ്കോർ കറക്റ്റ് ആയിട്ട് ആ കുഴിയിൽ തന്നെ വന്നു വീണ് 35,000 ഒരു വണ്ടി പണിത് ഇറക്കണമെങ്കിൽ വന്നേക്കണേ. എന്റെ ഫോണില് അടക്കം ബില്ല് വന്നിട്ട് ഞാൻ അത് അങ്ങനെ തന്നെ ഷോറൂമിൽ ഏൽപ്പിച്ചേക്കുന്നു. ഇതുവരെ നടപടി ആയിട്ടില്ല. എന്തെങ്കിലും നടപടി ആക്കൊണ്ട് വേഗം ഇല്ലെങ്കിൽ ഞാൻ ഇനി ഇലക്ഷന് ഞാൻ എന്റെ സ്വന്തം കാര്യത്തിന് ഞാൻ ഇലക്ഷന് കോമണിയാണ് നിൽക്കാൻ കുഴപ്പമില്ല. കഴിഞ്ഞാണ് പുള്ളിക്ക് കയറിയപ്പോഴാണല്ലോ ബസിന്റെ കാര്യങ്ങളെല്ലാം നടത്തിയത്. അതേപോലെ എല്ലാ കാര്യങ്ങളും ഇനിയും ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. പുതിയ പുതിയ സംരംഭങ്ങളും കാര്യങ്ങളും ഒക്കെ വരട്ടെ, അതാണ് നല്ലത്. റോഡ് ഗതാഗതം നല്ല രീതിക്ക് ആകണമല്ല. ഇപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ല. ഒരുപാട് റെയിൽവേ വകുപ്പിന്റെ തന്നെ ആണെങ്കിലും ഒക്കെ പുള്ളിക്ക് പറ്റില്ല. എന്നാലും അതൊക്കെ ഇപ്പൊ ഭയങ്കര ഇതാണല്ലോ, നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ് പോകാനൊക്കെ. അതേപോലെ ബസ്സിന്റെ കാര്യത്തിൽ ഇപ്പൊ പുതിയ ബസ്സാ രണ്ടൊക്കെ ഇറക്കാൻ പോണെന്ന് പറയണ്ടായല്ല. ഒക്കെ നല്ല കാര്യങ്ങളാ. അങ്ങനെ വരട്ടെ, ഇനിയും നമുക്ക് കയറേണ്ടതാണ്. മന്ത്രിമാർക്ക് ആരായാലും അവർക്ക് എല്ലാവർക്കും ജീവിക്കാം. നമുക്ക് ഗുണം ഇതേപോലെ ലോട്ടറി ഇട്ട് അവർക്കും ജീവിക്കാം. സാധാരണക്കാരിലോട്ട് ആരും ഇറങ്ങി വരില്ല. വരുമോ? ഇപ്പൊ ഞാൻ അവശമായിട്ട് കിടക്കുക ഒരൊറ്റ ആൾ അന്വേഷിക്കില്ല. പണക്കാരാണെങ്കിൽ അവനടുത്ത് അന്വേഷിക്കാൻ പോകും, കാറ് നോക്കാൻ പോകും, എല്ലാത്തിനും വേണ്ടി അതാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നത്. നല്ല, പക്ഷെ നടപ്പാകട്ടെ, നടപ്പാക്കണമല്ലോ. അതാണ് നടപ്പാക്കണം എന്ന് പറയുന്നത്. അല്ലാതെ കുറെ നിയമങ്ങൾ ഇറക്കിയിട്ട് കാര്യമില്ല. നിയമം നടപ്പാക്കണം. ആ നടപ്പാക്കുമ്പോഴേ നമുക്ക് അതിന് പ്രാധാന്യം കൊടുക്കണം. ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കണം. അത് ഡ്രൈവിംഗ് ടെസ്റ്റോടുകൂടി തന്നെ കൃത്യമായി അവയർനെസ് കിട്ടിയാൽ മാത്രമേ അത് ആളുകൾ കറക്റ്റായിട്ട് പാർക്കിംഗ് പോലും യഥാർത്ഥത്തിൽ എവിടെ പാർക്ക് ചെയ്യണം, റോഡിന്റെ സൈഡ് ചേർക്കാൻ ഒരു മിക്ക ഡ്രൈവർമാർക്കും ശരിക്കും അറിയില്ല എന്നുള്ളതാണ്. അശ്രദ്ധയോടുകൂടിയുള്ള ഡ്രൈവിംഗ് ആണ് കൂടുതൽ അപകടങ്ങൾ വരുത്തി വെക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഓട്ടോറിക്ഷ മേഖലയിൽ തന്നെ കൂടുതൽ തൊഴിലാളികൾ കടന്നു വരുന്നുണ്ടെങ്കിൽ തന്നെ അവരെല്ലാം കൃത്യമായ ഒരു പരിധിവരെയും ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഡ്രൈവിംഗ് നടത്തുന്നത്. അതിനൊന്നും മാറ്റമില്ല. ഇനി പുതിയ തലമുറ കൂടുതൽ വണ്ടികൾ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെയൊക്കെ കൂടുതൽ സ്ട്രെയിൻ എടുപ്പിച്ച് 20-21 വയസ്സ്, കൃത്യം 20 വയസ്സിൽ മേളിൽ ലൈസൻസ് എടുക്കാനുള്ള പ്രായപരിധി ആക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൃത്യമായി ഡ്രൈവിംഗ് പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ പൊതുനിരത്തുകളിലേക്ക് ഇവരെ ഇറക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അപകടകരമായ രീതിയിൽ ഡ്രൈവിംഗ് എന്ത് ചെയ്യാം എന്നുള്ള നിലയിലേക്ക് യുവതലമുറ കടന്നു വരുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് അവരെ മാറ്റണം. കൃത്യമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നവർ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കാൻ പാടുള്ളൂ. അതിൽ യാതൊരുവിധ അഴിമതികളോ കൃത്യകോണത്തിൽ പാലിച്ചോളോ പാടില്ല എന്നുള്ളതാണ് ഒരു ഓട്ടോ ഡ്രൈവർ എന്നുള്ള എൻ്റെ അഭിപ്രായം. സ്വാഭാവികമായിട്ടും ഇപ്പൊ ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി ആയപ്പോൾ കൂടുതൽ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവന യൂട്യൂബുകളിലൂടെ വരുന്നതും ശബരിമല വിഷയത്തിലാണെങ്കിലും ഏത് മേഖലയിലാണ് KSRTCയുടെ നവീകരണത്തിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവരുന്ന കുറെ നിയമങ്ങൾ അത് നിലവിൽ പാസ്സാക്കി വന്നാൽ KSRTC മേഖല ഉയരും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കുറെ പാളിച്ചകൾ സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഡ്രൈവർമാരും KSRTCയിലെ കണ്ടക്ടർമാരും അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തിയ ഒരു KSRTCനെ പുനരുദ്ധരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള ഉത്തമ വിശ്വാസമാണ് എനിക്കുള്ളത്.